കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ സംസ്ഥാനത്തെ വിവിധ അണക്കെട്ടുകൾ തുറന്നുവിടുന്നു. പത്തനംതിട്ട മൂഴിയാർ, കക്കി, ആനത്തോട് ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. വയനാട് ബാണാസുര അണക്കെട്ട് ഉച്ചയ്ക്ക് 1:30 തുറക്കുക. കരുമൻതോട്, പനമരം പുഴ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എം കമൽ ചേർന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കമൽ, എപ്പോഴാണ് ഈ ഡാം തുറക്കുക? തീരത്തുള്ളവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? അല്പസമയത്തിനകം തന്നെ ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടർ 10 സെന്റിമീറ്റർ ഉയർത്തും എന്നാണ് ഇപ്പോൾ KSEB അറിയിച്ചിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് ഡാം തുറക്കാനായിരുന്നു തീരുമാനം. അപ്പോഴാണ് മഴയുടെ ശക്തി കുറഞ്ഞത്. ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള അനൗൺസ്മെന്റ് വാഹനമാണ് കടന്നു പോകുന്നത്. 50 ക്യൂബിക് മീറ്റർ വരെ ജലം സെക്കൻഡിൽ ഒഴുക്കിവിടും എന്നാണ് KSEB അറിയിച്ചിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് തുറക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇന്നലെ രാത്രിയോടെ മഴയുടെ ശക്തി കുറഞ്ഞ നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്നാണ് ഡാം തുറക്കുന്നത് ഉച്ച സമയത്തേക്ക് മാറ്റിവെച്ചത്. എന്തായാലും മഴയുടെ ശക്തി വയനാട്ടിൽ കുറഞ്ഞിട്ടുണ്ട്. എവിടെയും തീവ്ര മഴയോ അതിതീവ്ര മഴയോ പെയ്യുന്നില്ല. ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. മാത്രമല്ല 3 ദിവസം അവധിക്കാലമായതുകൊണ്ട് തന്നെ 100 കണക്കിന് വിനോദസഞ്ചാരികൾ കർണാടകയിൽ നിന്നടക്കം വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആശങ്കയുണ്ടാക്കുന്ന തരത്തിൽ തെറ്റായ വാർത്തകൾ നൽകരുത് എന്നടക്കം ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വയനാടിന് പുറമെ പത്തനംതിട്ടയിലും ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. പത്തനംതിട്ട മൂഴിയാർ ഡാമിൽ 1ഉം 3ഉം ഷട്ടറുകൾ 20 സെന്റിമീറ്ററും രണ്ടാമത്തെ ഷട്ടർ 50 സെന്റിമീറ്ററും ഉയർത്തിയാണ് ജലം പുറത്തേക്ക് ഒഴുക്കുന്നത്. ആങ്ങാമൊഴി, സീതത്തോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നദിയുടെ ജലനിരപ്പ് ഉയരും. കക്കി, ആനത്തോട് ഡാമിന്റെ ഷട്ടറുകൾ ഇന്നലെയും തുറന്നിരുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടർ 10 സെന്റിമീറ്റർ ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുക്കും. താഴെയുള്ള പുഴയിൽ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. എങ്കിലും പുതുശ്ശേരിക്കടവ്, മുണ്ടക്കുറ്റി, ചേരിയങ്കൊല്ലി, അതുപോലെ പനമരം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി കമൽ. ബാണാസുര സാഗർ ഡാം അല്പസമയത്തിനുള്ളിൽ തുറക്കും. നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. ജീപ്പിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടും പോകുന്നുണ്ട്. ജാഗ്രത പാലിക്കുക. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് കമൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ കക്കി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരുന്നു. ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം.